റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഒട്ടക ലീഗിലല്ലേ കളിക്കണത്. റൊണാൾഡോ എന്ന് പറഞ്ഞാൽ ഒട്ടക ലീഗിൽ എന്താണ് പറയുക, ഒട്ടക ലീഗിൽ ഒട്ടകത്തിനെ മേയിച്ചിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടക ലീഗിൽ ആരൊക്കെ ഉള്ളത്? ഒട്ടക ലീഗിൽ ഒട്ടക പ്ലേയേഴ്സ് ഉള്ളത് ആരൊക്കെയാണ്? ഒട്ടക ലീഗിൽ പറഞ്ഞാൽ ബെൻസിമ, അതേപോലെ തന്നെ ഫെർമീനിയോ, പൊട്ട പ്ലേയേഴ്സ്. എന്താണ് ബെൻസിമ, ഫെർമീനിയോ, അതേപോലെ തന്നെ മെഹ്റസ്. നമുക്ക് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇതാവും, എന്തോ ഫെർമീനിയോ, മെഹ്റസ്, അതേപോലെ തന്നെ നെയ്മറൊക്കെ എന്ത് നെയ്മർ ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. ബെഞ്ചിമക്കൊക്കെ ഒരു ബാലൻഡോർ കിട്ടിയിട്ടുണ്ടോ? ആരാ ഇതൊക്കെ? ആർക്കും അറിയില്ല. ആരതൊക്കെ ആർക്കും അറിയില്ല. നേരെ മറിച്ച് ഇതിപ്പോ നമ്മൾ ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടാ. ഇപ്പൊ എന്താണ് നമുക്ക് പറയാൻ കുറെ ആൾക്കാരുണ്ട്. ഇപ്പോ വന്നവരും വന്നിട്ട് പോയവരും പോവാൻ നിൽക്കുന്നവരും കുറെ ആൾക്കാരുണ്ട് ഈ ഒരു സൗദി ലീഗിൽ. നേരെ മറിച്ച് മെസ്സി അവിടെ കളിക്കുന്നത് അതാ നമ്മൾ ആലോചിക്കുന്നത്. മെസ്സി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ലീഗിൽ ഇപ്പൊ ഒരു ഒട്ടക ലീഗ് എന്ന് വിളിക്കുമ്പോൾ ഓക്കെ, ഒട്ടക ലീഗാണ് റൊണാൾഡോയുടെ ലീഗ്. അപ്പൊ ഇവരാരാണ്? മെസ്സി ഫാൻസ് ആണ്. മെസ്സി ഏത് ടീമിലാണ് കളിക്കുന്നത്? മെസ്സി കളിക്കണമെന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ഏറ്റവും വലിയ ലീഗായിട്ടുള്ള MLS-ലാണ്. MLS-ൽ മെസ്സി ആരൊക്കെയായിട്ടാണ് കമ്പീറ്റ് ചെയ്യണത്, അല്ലെങ്കിൽ മെസ്സി ആരൊക്കെയായിട്ടാണ് കളിക്കുന്നത്? ട്രാൻസ്ജെൻഡർ സുനി, കുണ്ടൻ ഖാദർ, അതേപോലെ തന്നെ എന്താണ് പറയുക, ഇതുപോലത്തെ എന്താ പറയുക ഇതുപോലത്തെ ഊളകളായിട്ടാണ് മെസ്സി കമ്പീറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ജെൻഡർ സുനി, കുണ്ടൻ ഖാദർ, അതേപോലെ തന്നെ എന്താണ് പറയുക കണ്ണാപ്പികൾ, അത് കുറേ ആൾക്കാരുണ്ട്. ഇതുപോലത്തെ എന്താണ് പറയുക, പിന്നെ അതേപോലെ തന്നെ ബർഗർ കിങ്ങിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ, KFC-യിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ, ഇതുപോലത്തെ ഒരു ബോളിനെ എന്താണ് ബോൾ എങ്ങനെ പാസ് ചെയ്യാന്ന് പോലും അറിയാത്ത ആൾക്കാരായിട്ടാണ് ഇവർ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരിക്കലും ഞാൻ പറഞ്ഞതല്ല. ഈ ഒരു അൽ നാസറിനേറ്റ് തോറ്റ സമയത്ത്, അൽ നാസറിനേറ്റ് കൃത്യം കേൾക്കണം, അൽ നാസറിനേറ്റ് ഇന്റർ മിയാമി തോറ്റ സമയത്ത് ആരാത് പറഞ്ഞതെന്ന് അറിയോ? മെസ്സി ഫാൻസ് അടക്കം പറഞ്ഞതാ. അതായത് അൽ നാസർ എന്ന് പറഞ്ഞാൽ എന്താണ് അത്ര വലിയ വലിയ പ്ലേയേഴ്സ് ആയില്ലോ, പക്ഷെ നേരെ മറിച്ച് മെസ്സിയുടെ ഒപ്പം കളിക്കുന്ന ആരാണ്? അവർ പറഞ്ഞതാ മെസ്സി പറഞ്ഞാൽ ഈ ഒരു KFC ബർഗർ ലീഗിലുള്ള, അല്ല KFC അല്ലെങ്കിൽ ബർഗർ കിങ്ങിലുള്ള കുറെ എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫിനെ പോലത്തെ കുറെ ആൾക്കാരാണ് ഈ ഒരു ടീമിൽ കളിക്കുന്നത്. അല്ലെങ്കിൽ സൺഡേ ലീഗ് എന്നൊക്കെ അവർ പറയണ ആ സൺഡേ ലീഗിൽ കളിക്കുന്ന കുറെ പ്ലേയേഴ്സിനെ കൊണ്ട് കളിപ്പിക്കുകയാണ് ഈ ഒരു ഇന്റർ മിയാമിൽ. ശരിക്കും പറഞ്ഞാൽ മെസ്സി സിംഗിൾ ഹാൻഡഡ്ലി ഈ ഒരു ടീമിനെ വലിയ ലെവലിലേക്ക് എത്തിക്കാന്നാണ് അവർ പറയണത്. എന്നിട്ട് ഇതേ ഇവരെന്നെ അതേ ശ്വാസത്തിൽ തന്നെ എന്ത് പറയും? മെസ്സി റൊണാൾഡോ ഒട്ടക ലീഗാന്ന് ഇവരെന്നെ പറയും. തോൽക്കുമ്പോൾ ഒന്ന്, ജയിക്കുമ്പോൾ വേറെ. അതാണ് ഇവരെ സ്റ്റാൻഡ്. ജയിക്കുമ്പോൾ എന്താണ് ഇന്റർ മിയാമി ജയിക്കുമ്പോൾ എന്താണ്, ഞങ്ങളുടെ ലീഗ് വലിയ ലീഗാണ്, ഞങ്ങളുടെ ലീഗ് ഭയങ്കര തേങ്ങയാണ് വാങ്ങണമെന്ന് പറയും. തോറ്റാലോ, അയ്യോ ഞങ്ങളുടെ ലീഗിൽ കുറെ എന്താണ് KFC ബർഗർ ടീമിലത്തെ പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ടീമിൽ കുണ്ടൻ ഖാദറും ട്രാൻസ്ജെൻഡർ സുനി മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഞങ്ങളുടെ ടീമിൽ വലിയ പ്ലേയേഴ്സ്. അതാണ് ഇവരെ ഹിപ്പോക്രസി പറഞ്ഞാൽ. ഞാൻ വീട്ടിൽ ആഡ് ചെയ്യണ്ട. ആ ഒരു കാര്യം പറയുമ്പോ എന്താ പറയാ, ഇപ്പൊ എന്താണ് 6 ഗോളിന് വട്ടത്തില് മൂഞ്ചി തോറ്റത് ആരും മറക്കരുത്. 6 ഗോളിന് തോറ്റി. അപ്പൊ ലീഗിന്റെ ക്വാളിറ്റി ഏതാ ബെറ്റർ എന്നുള്ളത് അതിനോട് തന്നെ തെളിഞ്ഞിട്ടുണ്ടല്ലോ. 6 ഗോളിന് അൽ നാസറിനോടും 4 ഗോളിന് അൽ ഹിലാലിനോടും തോറ്റി. അപ്പൊ ലീഗിന്റെ ക്വാളിറ്റി എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. പിന്നെ ഒപ്പം പ്ലേയേഴ്സ് ഇല്ല എന്ന് പറഞ്ഞു. മെസ്സി ആരുടെ ഒപ്പം കളിക്കണമെന്ന് നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ഇല്ലേ? ഇവൻ മെസ്സി ഫാൻസിന് പോലും ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞുതരാം. സുവാരസ് ഉണ്ട് ഒരു ഭാഗത്ത്, ബുസ്കറ്റ്സ് ഉണ്ട്, ജോഡി ആൽബ ഉണ്ട്. ഇതൊക്കെ മെസ്സിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ടീംമേറ്റ്സ് ആണ് ബാഴ്സയിൽ. നല്ല ക്ലാസിക് പ്ലേയേഴ്സാണ്. ഇവരൊക്കെ മികച്ച പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ടീമിന്റെ ഒപ്പമാണ് മെസ്സി കളിക്കുന്നത്. അപ്പോൾ പ്ലേയേഴ്സ് ഇല്ല, അതേപോലെ എന്താണ് തീരെ ആൾക്കാരില്ല, മെസ്സി ഒറ്റക്കാണ് നയിക്കണമെന്നൊക്കെ പറഞ്ഞത് വെറും മണ്ടത്തരാണ്, ശുദ്ധ മണ്ടത്തരം. പിന്നെ ഇപ്പുറത്തെ ഒട്ടക ലീഗ് വിളിക്കുന്നത്, അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒട്ടക ലീഗ്, ഈ ഒട്ടക ലീഗിന്റെ ടീമിനോടാണ് 6-നും 4-നൊക്കെ വാങ്ങിയത് മൂഞ്ചി തോറ്റതെന്ന് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ ഇതിൽ ഈ ഇത്തരം ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇവിടെ വില പോവില്ല, അല്ലെങ്കിൽ അത് കാണിച്ചിട്ട് കാര്യമില്ല, ഒന്ന് മനസ്സിലായിക്കോളൂ.